തന്നെ പൊതുവായൊരു തീരുമാനം അദാലത്ത് കൈക്കൊള്ളുകയാണ്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ നിലവിൽ വരുന്നതിന് മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങളിൽ വ്യാപാര ലൈസൻസ് ഇപ്പോൾ പുതുക്കാൻ കഴിയാത്ത ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. കേസ്മാർട്ട് നഗരസഭകളിൽ നടപ്പാക്കിയതിനു ശേഷം. അപ്പോൾ ലൈസൻസ് പുതുക്കി നൽകുന്നതിനുള്ള പൊതുവായ തീരുമാനം സർക്കാർ ഈ പരാതി തീർപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്ന് അശ്വതി PS എന്ന അപേക്ഷയാണ് ഈ പരാതിയുമായിട്ട് വന്നത്. ഇതിനാവശ്യമായിട്ടുള്ള മാറ്റം കേസ്മാർട്ട് സോഫ്റ്റ്വെയർ വരുത്തുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് പൊതു തീരുമാനം എടുത്തിരിക്കുന്നത്. സമാനമായിട്ടുള്ള എല്ലാ കേസുകളിലും ഈ ആനുകൂല്യം കിട്ടും. ബിൽഡിംഗ് പെർമിറ്റ് ഓൾറെഡി കിട്ടിയതാണ്. കഴിഞ്ഞിട്ട് കൂടുതൽ കൺസ്ട്രക്ട് ഇപ്പം അതിൽ പിന്നെ ഇങ്ങനെ ഈ 1.5-12 സെൻറ്റ് അല്ല, അതെങ്ങനെയാണ് ഈ 1.90 നേരത്തെ ഉണ്ടെങ്കിൽ വരുന്നുണ്ട്. നിങ്ങളെ ഞാൻ തോൽപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ലൈസൻസ് ആക്കാൻ വാശി കൊടുത്തതാണ്. ലൈഫിൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അന്ന സ്ഥലമില്ല, ലൈഫ് ലിസ്റ്റിലില്ല. താമസിക്കുന്ന എവിടെയാ?
പറഞ്ഞിട്ടുണ്ട് അദാലത്തിലത് അങ്ങനെയാണ് ഈ അപേക്ഷ വന്നതെന്നുള്ളത്. ഞാൻ കൃഷ്ണമ്മ പറഞ്ഞു വിട്ട് നിങ്ങളെ വെട്ടണമെന്ന് കൃഷ്ണന്മാർ ക്യാമറ കൊണ്ട് അങ്ങ് പോയി നിൽക്കുന്നു. പഞ്ചായത്തിൻ്റെ നിങ്ങളുടെ പരാതി ഇതിൽ തന്നിട്ടുണ്ട്, പറയുന്നുണ്ട്. കുറച്ച് ബാക്കിലോട്ട് നോക്കുന്നു. കൃഷ്ണന്മാർ ഇവിടെ നിൽക്കാറ് അപ്പുറത്തുനിന്ന് എല്ലാ ഫ്രെയിമിലും കൃഷ്ണന്മാർ ചാടി വന്നിട്ട് ഒരു പൊടി കടങ്ങില്ല. അല്ല അതിൻ്റെ ബാക്കി അതായത് ലൈസൻസിൻ്റെ പ്രശ്നം മാത്രമേ ഹൈക്കോടതി അതുപോലെ ട്രൈബ്യൂണലാണെങ്കിൽ ലൈസൻസ് കൊടുക്കാത്ത അതെ സാറേ എൻ്റെ പേര് ബിജു. നമ്മൾ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന് വരികയാണ്. എൻ്റെ സിസ്റ്റർ അശ്വതിയാണ് നമ്മുടെ ഇവിടെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ അദാലത്തിൽ പങ്കെടുക്കാൻ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വന്നിട്ട് അദാലത്തിൽ വന്ന് ഒരു പൊതുവായ തീരുമാനം കൂടി എടുത്തെടുക്കുകയുണ്ടായി. നമ്മുടെ ബിൽഡിംഗ് നിർമ്മിച്ച് 2001 ഈ പുതിയ ചട്ടങ്ങൾ വരുന്നതിന് മുമ്പായിരുന്നു നമ്മുടെ ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം അത് പ്രകാരമാണ് നമുക്ക് അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ കെട്ടിടത്തിൻ്റെ ലൈസൻസ് പുതുക്കുന്നതിനുള്ളൊരു കാര്യമായിട്ടാണ് വന്നത്. ലൈസൻസ് പുതുക്കി നൽകാനായിട്ട് സ്മാർട്ട് ആപ്ലിക്കേഷൻ വന്നതുകൂടി നമുക്ക് പുതുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോൾ നമ്മുടെ അദാലത്തിൽ വന്നതിന് ശേഷം മന്ത്രി, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പൊതുവായ തീരുമാനം കൂടെ കൈക്കൊണ്ടു. പുതിയ നിലവിലുണ്ടായിരുന്ന ലൈസൻസ് കണ്ടിന്യൂ ചെയ്യാനും നമ്മുടെ പൊതുവായ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മാർട്ടിൽ പുതുതായിട്ട് ഒരു മാറ്റം വരുത്തി നിലവിലുണ്ടായിരിക്കുന്ന ലൈസൻസുകൾ പുതുക്കി കൊടുക്കാനുള്ള തീരുമാനവും ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അതിന് വളരെ സന്തോഷമുണ്ട്. നമ്മളെ ഈ അദാലത്ത് നടത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്.